ഹായ്, PSC വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ VFAയുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ എന്താണ് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ മൺഡേ തൊട്ടിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ന്യൂ SCERT പഠിക്കുന്നുണ്ട്, അതേപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, റാങ്ക് ഫയലിൽ ഒരു ടോപ്പിക്, ഒരു GK ടോപ്പിക്, അതേപോലെ PYQ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ, അതും ഒരു ദിവസം ചെയ്യാനാണ് പ്ലാൻ. ഇതിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇത് മൂന്നും എൻ്റെ ടോപ്പിക്കായിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞതാണ് സിലബസിലുള്ളത്. അതുകൊണ്ട് തന്നെ റിവിഷൻ ആയിരിക്കും കേട്ടോ ഇത്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചായി ഞാനിപ്പോൾ അത് മൂന്നും നന്നായിട്ട് ഇരുന്ന് പഠിച്ചിട്ട്, അതുകൊണ്ട് ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അവരിത് ഉണ്ട്, കുറച്ച് നാൾ നോക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. എന്നാലും ഒരുവിധം നോക്കിക്കഴിയുമ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റുന്ന വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവിഷൻ പോലെയാണ് ചെയ്യുന്നത്, അല്ലാതെ ടോപ്പിക് വൈസ് ഇങ്ങനെ ഇരുന്നിട്ട് ഉള്ള പഠിത്തമല്ല. ഇനിയിപ്പോൾ എങ്ങാനും റിവിഷൻ ചെയ്യുന്ന സമയത്ത് തോന്നുകയാണ് ഇത് കുറച്ചുകൂടി നന്നായി പഠിക്കണം തോന്നുകയാണെങ്കിൽ അപ്പം ഞാൻ ആ ഒരു ടോപ്പിക് എടുത്ത് നന്നായി പഠിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ടൈം ടേബിൾ ഇട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചായി അത് നിന്ന് പോയിട്ട് അപ്പോൾ വീണ്ടും ഇനി അങ്ങനെ തുടങ്ങാൻ പോവാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആവാതെയൊക്കെ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ള ആ ഒരു പ്ലാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ChatGPTയിൽ പോയിട്ട് നിങ്ങൾ സിലബസ് കൊടുക്കും കൂടി വേണ്ട കേട്ടോ. VFAയുടെ സിലബസ് അനുസരിച്ചിട്ട് ഒരു 50 days ടൈം ടേബിൾ തയ്യാറാക്കി തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ എൻ്റെ കയ്യിലൊരു പഴയ LDCയുടെ റാങ്ക് ഫയലാണുള്ളത്. പുതിയതുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ റാങ്ക് ഫയൽ നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഒരിക്കലും നിർബന്ധമാണെന്ന് പറയില്ല. SCERT ഗൈഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. SCERT പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നമ്മളുടെ ഒരു ബേസ് SCERT ആയിരിക്കണം. അതിനുശേഷം നമുക്ക് റാങ്ക് ഫയൽ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കുഴപ്പമില്ലാത്തവർക്ക് വാങ്ങിക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ക്ലാസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്താലും മതി കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മളൊരു സിലബസ് പ്രിന്റ് എടുത്ത് വെക്കണം കേട്ടോ VFAയുടെ. ഇതിപ്പോൾ ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതിൽ മാർക്ക് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ടൈമിൽ എൻ്റെ സിലബസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് കുറച്ചൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും VFAയുടെ ഓരോ ടോപ്പിക്ക് എനിക്ക് റിവിഷൻ തന്നെയാണ്. അപ്പോൾ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഞാനത് എക്സ്ട്രാ വേറെ ആ യെല്ലോ കളറിൽ അടയാളപ്പെടുത്തിയതെല്ലാം മാർക്ക് ചെയ്തിട്ടും അങ്ങനെ ബാക്കിയുള്ള ഭാഗമൊക്കെ അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ പോകാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുവരെ പ്രിന്റ് ഔട്ട് ഒന്നും എടുത്ത് ഉള്ളവർ ഈ സിലബസ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് മാർക്ക് ചെയ്ത് പോവാട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചെടുക്കുക. അതിനുശേഷം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അത് ലാസ്റ്റിലേക്ക് പഠിച്ചാൽ മതി കേട്ടോ. ആദ്യം ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് നമ്മൾ പഠിച്ച് സെറ്റാക്കി റിവിഷൻ ചെയ്യേണ്ടതാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ SCERT, റാങ്ക് ഫയൽ, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ കുറച്ച് പേര് ചോദിച്ചു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൊക്കാബ് സ്പീഡ് ഏത് നല്ലതാണോ, അതേപോലെ വേറെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഉള്ളതൊക്കെ അതൊക്കെയാണോ നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏത് തരത്തിലുള്ള ബുക്കാണ് തുടക്കക്കാർ വാങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അതായത് വൺ വേർഡ് ആയിട്ടുള്ളതാണോ അതോ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള പ്രീവിയസ് ഇയർ ബുക്കാണോ നല്ലത് എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. പിന്നെ നമ്മളുടെ ഇനി ഈ ഒരു 2 ബുക്ക് കൂടി ഞാൻ നേരത്തെ വാങ്ങി വെച്ചതാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വാങ്ങിയതിൻ്റെ റിവ്യൂ മാത്രം. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു പ്രിലിംസ് 10th പ്രിലിംസ് വരുന്നതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങി വെച്ചത് അല്ലാതെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു 2 ഭാഗവും നമുക്ക് 10th ലെവൽ മെയിൻസിലാണ് വരുന്നത് അല്ലേ. അതായത് നമുക്ക് ഇനി വരുന്ന VFAയ്ക്കും LDCക്കൊക്കെ ഉപകാരപ്പെടുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് പഠിച്ചിട്ടില്ല. ഇനി അത് പഠിച്ചു തുടങ്ങണം. അതേപോലെ മലയാളത്തിൻ്റെ ഈ ഒരു ബുക്ക് നല്ലതാണോ എന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഇത് വളരെ നല്ല ബുക്കാണ് കേട്ടോ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ടുള്ള ബുക്ക് തന്നെയാണ്. ഇതിപ്പോൾ വേറെ 2ാമത്തെ എഡിഷനോ 3ാമത്തെ എഡിഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. നല്ലൊരു ബുക്ക് തന്നെയാണ് കേട്ടോ മലയാളം പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും പറ്റിയതാണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഒരു സിലബസ് ഏകദേശം കഴിഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് പറ്റിയൊരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സിലബസ് എടുത്തിട്ട്, അല്ലെങ്കിൽ സിലബസ് വേണ്ട VFAയുടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ChatGPTയിലോ ജെമിനിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് 50 days റിവിഷൻ അടക്കം ചെയ്തു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. നിങ്ങൾക്ക് യോജിച്ച ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് പഠിക്കാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെയ്ക്കും ബൈ. ഇനി നമ്മൾ സ്റ്റഡി വ്ളോഗ്സും അതേപോലെ തന്നെ സ്റ്റഡി ഇനിയിപ്പോൾ ഞാനൊരു 21 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.